75 വർഷമോ? ഒരു കഥ சொல்லட்டுமா? കഴിഞ്ഞ 75 വർഷമായിട്ട് ഇതാണ്ട് ഈ നിൽക്കുന്ന തൃപ്പൂണിത്തുറ ഗ്രൗണ്ടിൽ ഒരു പൂജ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കണമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? ലോകത്ത് ആദ്യമായിട്ട് ഒരു വൺ ഡേ മാച്ച് നടന്ന എവിടെയാണെന്ന് നിനക്കറിയാമോ? അതെനിക്കറിയാം, 71 ഓസ്ട്രേലിയയിൽ. എടാ അതല്ല, അത് ഫോർമൽ 40 ഓവർ കളി. എന്നാൽ ആദ്യമായിട്ട് ലോകത്ത് 60 ഓവറിന്റെ ലിമിറ്റഡ് മത്സരം നടക്കുന്നത്, വൺ ഡേ മാച്ച് നടക്കുന്നത് ഇതാണ്ട് ഈ ഗ്രൗണ്ടിലാണ്. 1951 തുടങ്ങിയ പൂജ ടൂർണമെന്റ്. അന്ന് നവരാത്രി പൂജ സമയത്തുകൊണ്ടാണ് പൂജ ക്രിക്കറ്റ് ടൂർണമെന്റ് എന്ന് പേര് വന്നത്. അന്നത്തെ കേളപ്പൻ തമ്പുരാൻ തുടങ്ങി വെച്ച ഈ സാധനം 75 വർഷത്തേക്കാണ്. ഇന്ത്യൻ ലെജൻഡായ അസറുദ്ദീനും നമ്മുടെ കുമ്പളടക്കം കളിച്ച ടൂർണമെന്റ്, ചില്ലറ ടൂർണമെന്റ് ഒന്നല്ല. ഇന്നിപ്പോൾ IPL കളിച്ചേക്കണ പല പ്ലേയേഴ്സും ഇവിടുന്ന് കളിച്ചു പോയതാ. അത്രയും കിട്ടുള്ള സാധനം അത്. 1 2 3 4 5 അളി 5 ടഫ് വിക്കറ്റടാ പൂജ ക്രിക്കറ്റ് ടൂർണമെന്റിന്. എളുപ്പമല്ലാട്ടോ, കണ്ടിട്ട് തന്നെ കൊതിയായിട്ടുള്ള ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും അത്ര കിടലായിട്ട് ചെയ്തു വെച്ചാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എത്ര പേരെ കഷ്ടപ്പാടുണ്ടാവില്ലേ? ഇതിൻ്റെ പിച്ച് ക്യൂറേറ്ററും ഇതിൻ്റെ കൂടെ എത്ര സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടായാലോ ഇത്രയും നല്ലൊരു അടിപൊളി പിച്ച് തയ്യാറാക്കാൻ പറ്റുന്നത് എനിക്കറിയാൻ പാടില്ല. കൊതിച്ച് നിന്നുണ്ട് മോനെ ഇങ്ങനത്തെ ഒരു പിച്ചിന്. സംഭവം എന്തായാലും കാലക്കി വെക്കണം. സോ നമ്മുടെ TCCയുടെ ക്രിക്കറ്റ് ഇൻചാർജായ കുണാൽ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സോ സാറിനോട് ചോദിക്കാം, സാർ ഈ തവണ നമ്മളിപ്പോൾ 75ാമത്തെ വർഷമാണ് ടൂർണമെന്റ് എത്തിക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണ് മൊത്തത്തിൽ എങ്ങനെയാണ്? 75ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മൈൽ സ്റ്റോൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 75 വർഷമായിട്ട് ഈ ടൂർണമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ബ്രേക്കില്ലാതെ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ഒരു 4-5 ജനറേഷൻ കടന്നു വന്നിരിക്കുന്നതാണ്. ബാക്കിയെല്ലാം അതിന്റെ കളറോട് കൂടി തന്നെ നടക്കും അല്ലേ? വരുന്ന ചൊവ്വാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് സർ. ഓക്കെ, താങ്ക് യു.